ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു മീഡിയം സൈസുള്ള 2 പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത പഴം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം ഫുള്ളായിട്ടും ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചിട്ട് എടുക്കണം. ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട്. മധുരം നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കളറിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് അടിച്ചിട്ടെടുക്കണം. ഇതിപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. മുട്ട ചേർക്കാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. മുട്ട ചേർക്കാതെ തയ്യാറാക്കി എടുക്കുന്നെങ്കിൽ ലാസ്റ്റ് നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് മൈദയാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മൈദയും കൂടെ ചേർത്തതിന് ശേഷം ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളെടുക്കുന്ന പഴത്തിനനുസരിച്ചിരിക്കും നമ്മളെടുക്കുന്ന പൊടിയുടെ അളവ്. ഇതുപോലെ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഇതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതിനായി ഞാനിവിടെ ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം കൈ നന്നായിട്ട് തന്നെ ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ചെടുക്കണം. അതിന് ശേഷം വേണം ഇതിൽ നിന്നും കുറച്ച് വീതം മാവെടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഓരോ പ്രാവശ്യം മാവെടുക്കുമ്പോഴും കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും വെള്ളത്തിലൊന്ന് നനച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. ഇതുപോലെ അങ്ങ് കുറച്ച് വീതം മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്, എന്നാൽ പുറം കരിഞ്ഞിട്ട് അകം വേഗത്തില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഇതിപ്പോൾ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറുവശവും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ 2 വശവും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. നല്ല ടേസ്റ്റിയും ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കളയാതെ ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയ വീഡിയോ